ബഹിരാകാശത്ത് നിന്ന് തിരികെ എത്തിച്ചതിന് ഡൊണാൾഡ് ട്രംപിനും ഇലോൺ മസ്കിനും നന്ദി പറഞ്ഞ സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്കയാത്രയ്ക്ക് ശേഷമുള്ള ആദ്യ ടെലിവിഷൻ അഭിമുഖത്തിലാണ് ഇരുവരുടെയും പ്രതികരണം. ബഹിരാകാശത്ത് നിന്ന് ഇന്ത്യയെ കാണുന്നത് അകലെ ഒരു വീട് കാണുന്നത് പോലെയാണെന്നും സുനിത വില്യംസ് പറഞ്ഞു. My first thought was we just got to pivot, right? So if this was the destiny, if our spacecraft was going to go home based on decisions made here and we were going to be up there till February, I was like, okay, let's make the best of it. We planned, we trained that we'd be there for some part of a time, so we were ready to just jump into it and take on the tasks that were. കഴിഞ്ഞത് കഴിഞ്ഞു, ആരെയും കുറ്റപ്പെടുത്താനില്ല. എല്ലാം ജോലിയുടെ ഭാഗമാണ്. 9 മാസത്തിനു ശേഷം ഭൂമിയിൽ തിരികെയെത്തിയ സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും ആദ്യ പ്രതികരണമായിരുന്നു ഇത്. മടക്കയാത്ര വൈകിയതിൽ ബോയിങ്ങിന് വിമർശനമുണ്ടെങ്കിലും ഇരുവരും അക്കാര്യത്തിൽ പ്രതികരിച്ചില്ല. ബഹിരാകാശയാത്ര പ്രയാസമേറിയതാണ്. പുതിയ സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് മെച്ചപ്പെടുത്താൻ ശ്രമിക്കും. ചില രീതിയിൽ പറഞ്ഞാൽ ഞങ്ങൾ കുടുങ്ങിപ്പോവുകയോ ഒറ്റപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ മടക്കയാത്ര വൈകിയപ്പോഴും ഞങ്ങൾ ദൗത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ചെറിയ കാലത്തേക്കാണ് പോയതെങ്കിലും കൂടുതൽ കാലം അവിടെ നിൽക്കാൻ തയ്യാറെടുത്തിരുന്നു. ദൗത്യത്തിന്റെ അനിശ്ചിതത്വത്തിൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ലെന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും പറഞ്ഞു. ബഹിരാകാശത്ത് നിന്ന് ഇന്ത്യയെ കാണുന്നത് അകലെ ഒരു വീട് കാണുന്നതുപോലെയാണെന്നും ഹിമാലയൻ മലനിരകൾ അത്ഭുതപ്പെടുത്തിയെന്നും സുനിത വില്യംസ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24.